വയനാട് ഉരുൾപൊട്ടലിന് 7 ദിവസം മുമ്പ് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്ന് അമിത്ഷാ രാജ്യസഭയിൽ വെളിപ്പെടുത്തിയിരുന്നു. 150-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ ദാരുണമായ ഉരുൾപൊട്ടലിന് 7 ദിവസം മുമ്പ് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയതായി കേന്ദ്ര സർക്കാർ ഇന്ന് അറിയിച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനത്തെക്കുറിച്ച് സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംഭവത്തിന് 7 ദിവസം മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും തുടർന്ന് ജൂലൈ 24, 25 തീയതികളിൽ വളരെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും പറയുകയുണ്ടായി. ജൂലൈ 26-ന് 20 സെന്റിമീറ്ററിൽ കൂടുതൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്നും ഇതിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു രാജ്യസഭയിൽ. കനത്ത മഴയെ തുടർന്ന് വയനാട്ടിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജൂലൈ 23-ന് തന്നെ കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും അന്നു തന്നെ 9 NDRF സംഘങ്ങളെ സംസ്ഥാനത്ത് എത്തിച്ചതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. എന്നിരുന്നാലും കേരള സർക്കാർ മുൻകൂർ മുന്നറിയിപ്പ് ശ്രദ്ധിച്ചില്ലെന്നും ദേശീയ ദുരന്ത നിവാരണ സേന ബറ്റാലിയനുകൾ എത്തിയിട്ടും മുന്നറിയിപ്പ് ലഭിച്ചില്ലെന്നും അമിത്ഷാ രാജ്യസഭയിൽ പറയുകയുണ്ടായി. ദുരന്തത്തിന്റെ ഈ നിമിഷത്തിൽ കേരള സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങൾക്കുമൊപ്പം ഒരു പാറ പോലെയാണ് നരേന്ദ്രമോദി സർക്കാർ നിലകൊള്ളുന്നതെന്ന് അമിത്ഷാ സഭയ്ക്ക് ഉറപ്പു നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ചുള്ള പ്രമേയ ചർച്ചയിൽ ഇടപെട്ട് സാഹചര്യം നേരിടാൻ സംസ്ഥാനത്തിനും ജനങ്ങൾക്കും കേന്ദ്രത്തിൻ്റെ സഹായവും പിന്തുണയും അമിത്ഷാ ഉറപ്പു നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളെയും ദുരന്തത്തോടുള്ള പ്രതികരണത്തെയും ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷത്തെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുകയായിരുന്നു. ജൂലൈ 30-നുണ്ടായ ഉരുൾപൊട്ടലിന് 7 ദിവസം മുമ്പ് സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി അമിത്ഷാ പറഞ്ഞത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് ഒരു തിരിച്ചടിയാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, ഈ മുന്നറിയിപ്പ് വേണ്ട വിധത്തിൽ അവർ എടുത്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ദുരന്തത്തിൻ്റെ ആഴം കുറയ്ക്കാമായിരുന്നു എന്നുള്ള തലത്തിൽ തന്നെയായിരുന്നു അമിത്ഷാ പറഞ്ഞതിൻ്റെ ആ ഒരു അർത്ഥവും. അതോടൊപ്പം തന്നെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ആ ഒരു ഇതിൽ ഈ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യവും അമിത്ഷായുടെ പക്കൽ നിന്നുണ്ടായി. എന്തായാലും അമിത്ഷാ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ചയാണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ, നിലവിലത്തെ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നിന്ന് തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അമിത്ഷാ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അതുമാത്രമല്ല സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുമെന്നും വേണ്ട സഹായങ്ങൾ എന്ത് ആയാലും അത് ചെയ്തു കൊടുക്കുമെന്നും അമിത്ഷാ ഉറപ്പ് നൽകിയിരിക്കുകയാണ്.